യേ ജവാനി ഹേ ദിവാനി മൂവിക്കകത്ത് രൺബീർ കപൂറിന്റെ കയ്യിൽ ഒരു വലിയ ബുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരു കൈൻഡ് ഓഫ് ജേർണലിംഗ് ആണ്. റാം കെയർ ഓഫ് ആനന്ദി ബുക്കിനകത്ത് ആനന്ദി രാമനോടുള്ള ഫീലിംഗ്സ് ഒക്കെ ഒരു ഡയറിക്കകത്ത് ഇങ്ങനെ തമിഴിൽ എഴുതി വെക്കുന്നുണ്ട്. അതും ഒരു കൈൻഡ് ഓഫ് ജേർണലിംഗ് ആണ്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞ ബുക്കിനകത്ത് അതിഥി മഹാദേവിന് വേണ്ടിയിട്ട് ഡയറിക്കകത്ത് ഒരുപാട് ലെറ്ററുകൾ എഴുതുന്നുണ്ട്. ഇതും ഒരു കൈൻഡ് ഓഫ് ജേർണലിംഗ് ആണ്. ഇവിടെ രൺബീർ കപൂർ ചെയ്തത് ഒരു ക്രിയേറ്റീവ് ജേർണലാണ്. പക്ഷെ നമ്മുടെ ആനന്ദി അതിഥിയൊക്കെ ചെയ്തത് നരേറ്റീവ് ജേർണലിംഗ്. ജേർണലിംഗ് ഇപ്പൊ പല ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായില്ലേ? പക്ഷെ എന്താണ് ഈ ജേർണലിംഗ്? നമ്മൾ പണ്ട് ഈ ഡയറി ഒക്കെ എഴുതുമായിരുന്നില്ല. ഒരു അപ്ഗ്രേഡഡ് വേർഷനെയാണ് നമ്മുടെ ജേർണലിംഗ് എന്ന് പറയുന്നത്. എല്ലാവരുടെ ജീവിതത്തിലും പ്രശ്നം ഉണ്ടാവും. ഇത് 90% ഓഫ് പ്രശ്നങ്ങളും നമ്മൾ വൃത്തിക്ക് അത് എഴുതിയിട്ടുണ്ടെങ്കിൽ ക്ലാരിറ്റി കിട്ടും, അത് പരിഹരിക്കാൻ പറ്റും എന്നാണ്. എങ്ങനെയാണ് നമുക്കൊരു ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക? അതിന് വേണ്ടത് ഒരു ബുക്കും ഒരു പെൻ. ചിലർക്ക് രാവിലെ എഴുതുമ്പോഴായിരിക്കും സുഖം, ചിലർക്ക് രാത്രി എഴുതുമ്പോഴായിരിക്കും. ചിലരാണെങ്കിൽ അരമണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്ന് ജേർണലിംഗ് ചെയ്യും. ചിലർക്ക് 5 മിനിറ്റൊക്കെ പറ്റുള്ളൂ. എല്ലാ കാര്യവും തുടങ്ങാൻ ഭയങ്കര എളുപ്പമാണ്, മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കഷ്ടപ്പാട്. 3 ടിപ്പ് ഉണ്ട്, ഞാൻ പറഞ്ഞത്. പെർഫെക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക, ഹോണസ്റ്റ് ആയിട്ടിരിക്കുക, ബി യുവർ സെൽഫ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഈ ജേർണൽ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. നിങ്ങളുടെ ജേർണല് നിങ്ങൾ സൂക്ഷിക്കുക, വേറെ ആരും കാണാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾ ജേർണൽ സ്റ്റാർട്ട് ചെയ്ത് അത് വേറെ ആരെങ്കിലും കൊണ്ട് വേറെ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്നെ പറയരുത്. സോ ബി കെയർഫുൾ.